സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, നന്മയുടെ, സാഹോദര്യത്തിന്റെ പരിശുദ്ധ റംളാൻ. ഈ പരിശുദ്ധ റംളാനിലെ ഏറ്റവും പുണ്യദിനമായ 27-ാം രാവ് ഇന്ന് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റി. മലപ്പുറത്തെ മഅ്ദിൻ എന്ന വലിയ ഒരു പള്ളിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 18 വർഷമായിട്ട് മലപ്പുറത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും ഈ 27-ാം രാവ് ദിവസം ഈ ഒരു രാത്രി ഇത്രയും വലിയ ഒരു പരിപാടി കാര്യങ്ങളും ദീനീപരമായ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് മറ്റും അറിയില്ലായിരുന്നു. MP കാന്തപുരം ഉസ്താദിനെ പോലുള്ള വലിയ വലിയ നേതാക്കളും മറ്റും ഇവിടെ വരുന്നതിനെ കുറിച്ചും ഒന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തൊക്കെ നേരിട്ടത് തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായി കാണുന്നു. അപ്പോൾ ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് മുസ്തഫ, ഇദ്ദേഹത്തിനൂടെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണാനും ഈ കാഴ്ചകളൊക്കെ കാണാനും പറ്റിയത്. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി ഉണ്ടാവുമോ അങ്ങനെയൊക്കെ. പക്ഷെ ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല. എൻ്റെ വേറൊരു പ്രിയപ്പെട്ട സുഹൃത്ത് ഹാരിസ് എന്നെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ വന്ന് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ് മുസ്തഫ. നമ്മളെ എന്താ പറയാ, ഈ ദിവസം നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ പാപങ്ങളും ചെയ്തു തീർത്തിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ ഒരു കുട്ടിയായി ജനനം തുടങ്ങുന്നു. എല്ലാ പാപങ്ങളും തീർത്ത്, ഇപ്പൊ നമ്മള് ശബരിമലയുടെ കാര്യമൊക്കെ പറയും. അപ്പോൾ ആ വ്രതം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്ന ദിവസം നാളെ, അത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഖ്യയിൽ നിന്നുള്ള ഒരു ദിവസം അല്ല. 27-ാം രാവ് അനുഗ്രഹം കൂടി കിട്ടണം. പഠിച്ചവന്റെ അനുഗ്രഹം കൂടി അത് സ്വീകരിക്കണം. പഠിച്ചവന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവണം. കാരണം നമ്മൾ ചെയ്യുകയാണ്, അത് സ്വീകരിക്കുകയില്ല. എത്രമാത്രം ഉണ്ടെന്ന് അത് പഠിച്ചവനക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്തായാലും അത് സ്വീകരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ദിവസം മുഴുവൻ രാത്രി നേരത്തെ വരെ പുലർച്ചെ വരെ ഏകദേശം ഒരു 4 മണി വരെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിനുള്ള എല്ലാ ആളുകൾക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു. അതേപോലെ ഇത്ര നേരം ഇവിടെ കൂടെ നിന്ന് ഇതൊക്കെ കാണിച്ചു തന്നതിനൊക്കെ ഒരുപാട് സന്തോഷം. എല്ലാവരും നോക്കണമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വലിയ സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നന്ദി.